ടാറ്റയിൽ നിന്നുള്ള കൂപ്പ് ഡിസൈനായ ടാറ്റ കർവിനെ കുറിച്ചാണല്ലോ കുറേ നാളായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കുറേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒത്തിരി പേരങ്ങ് ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു മോഡലൂടെ ഉണ്ടല്ലോ. മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ മോഡലായ മഹീന്ദ്രയിൽ നിന്നുള്ള മറ്റൊരു കൂപ്പ് ഡിസൈനാണ്. കൂപ്പ് ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ടാറ്റയുടെ കർവ് വരുന്നത് പെട്രോൾ ഡീസൽ വേരിയൻ്റ് ആയിരിക്കും ആദ്യം വരുന്നതെങ്കിൽ, ഇതിൻ്റെ മഹീന്ദ്രയിൽ നിന്ന് ആദ്യം വരാൻ പോകുന്ന വേരിയൻറ്റ് കൂപ്പായിട്ട് വരുന്നത് ഇലക്ട്രിക് മോഡലായിരിക്കും കേട്ടോ. അപ്പോൾ EV ആയിട്ടുള്ള മഹീന്ദ്രയുടെ XUV 700 ബേസ് ആയിട്ടുള്ള അതിൻ്റെ EV മോഡലായ XUV 700 EV മോഡലായ E8 ബേസ് ചെയ്ത് വരുന്ന കൂപ്പ് മോഡലായ EV ആയിട്ട് വരുന്ന E9 കുറിച്ചുള്ള വിശേഷങ്ങളും അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതായത് ടാറ്റയുടെ കർവിൻ്റെ ആണെങ്കിലും മഹീന്ദ്രയുടെ EV മോഡലുകളുടെ അതായത് കൂപ്പ് മോഡലാണ്, കൂപ്പയോ കൂപ്പ് മോഡലോ ഏതാണെങ്കിലും അതിൻ്റെയൊക്കെ ടെസ്റ്റ് നടക്കാൻ തുടങ്ങിയിട്ട് 2023 മുതൽ അതിൻ്റെ കൺസെപ്റ്റുകളും ടെസ്റ്റുകളും ഓട്ടോ ഷോയിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. രണ്ട് കമ്പനികൾ, ടാറ്റ ആണെങ്കിലും മഹീന്ദ്ര ആണെങ്കിലും രണ്ട് കമ്പനികളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാറ്റയിൽ നിന്ന് ആദ്യം വരുന്ന ഒരു കർവാണ് വരുന്നത്. മഹീന്ദ്രയിലാണെങ്കിൽ XUV 700 ബേസ് ചെയ്ത് വരുന്ന E8 E9 ആയിട്ടുള്ള കൂപ്പ, ഈ രണ്ട് മോഡലുകളായിട്ടാണ് ആദ്യം വരാൻ പോകുന്നത്. അപ്പോൾ 2024 ഇത് അവർ ഓട്ടോ ഷോയിൽ അവതരിപ്പിച്ചിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പോൾ അതേ മോഡലിൽ തന്നെ എന്തായാലും ആ ഒരു കൺസെപ്റ്റ് മോഡൽ അവതരിപ്പിച്ച് അതേ ഡിസൈന് തന്നെ 100% നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ മോഡൽ. എന്തായാലും ടെസ്റ്റിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ആ പ്രൊഡക്ഷൻ വെർഷനിലേക്കുള്ള സെയിം മോഡൽ തന്നെ ആയിരിക്കണം. അതായത് കൺസെപ്റ്റിൽ കാണിച്ചിരിക്കുന്ന അതേ ഡിസൈനുകളെല്ലാം തന്നെ 100% നീതി പുലർത്തിക്കൊണ്ട് അതേ ഡിസൈനിൽ തന്നെ പ്രൊഡക്ഷൻ വെർഷന് വേണ്ടിയിട്ട് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോസും ഫോട്ടോസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കർവും അതുപോലെ തന്നെ EV9 എന്ന് പറയുന്ന മോഡലുമാണ് കേട്ടോ. EV9 കർവിനെ കഴിഞ്ഞും കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു മോഡലാണ്. അതായത് നമ്മുടെ EV9 എന്ന് പറഞ്ഞാൽ XUV 700 ഇലക്ട്രിക് മോഡലായ EV8 അല്ല E8, EV9 അല്ല കേട്ടോ, E9 E8 ആണ്. XUV 700 നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മോഡലിൻ്റെ ഇലക്ട്രിക് വെർഷനാണ് E8 എന്ന് പറയുന്നത്. അതിൻ്റെ കൂപ്പേ മോഡലായിട്ടാണ് കേട്ടോ E9 വരാൻ പോകുന്നത്. എന്തായാലും ഒരു 80 kWh ബാറ്ററി റേഞ്ച് വരുന്ന ബാറ്ററി പാക്കൊക്കെയായിട്ടാണ് ഇത് വരാൻ പോകുന്നത്. എന്തായാലും മഹീന്ദ്ര ആണെങ്കിലും ടാറ്റ ആണെങ്കിലും ടാറ്റ ജാഗ്വറിനെ ഏറ്റെടുത്തതിന് ശേഷം അതുപോലെ മഹീന്ദ്ര സ്വന്തം ഡിസൈൻ സെൻറ്റർ അവർ യൂറോപ്പിൽ തുടങ്ങിയതിന് ശേഷം മെയ്ഡ് എന്ന് പറയുന്ന, അതായത് മഹീന്ദ്ര അഡ്വാൻസ്ഡ് ഡിസൈൻ ഇൻ യൂറോപ്പ് എന്നുള്ള ആ ഒരു മെയ്ഡ് എന്ന് പറയുന്ന ഒരു സെൻറ്റർ തുടങ്ങിയതിന് ശേഷം യൂറോപ്യൻ ഡിസൈനുകൾ ഒത്തിരി ഭയങ്കരമായിട്ട് വ്യത്യാസങ്ങൾ വരുത്തിയായിട്ട് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ B എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് അവരുടെ ആ ഒരു സെഗ്മെൻറ്റ് വന്നിരിക്കുന്നു. അതിലെ ഡിസൈനുകളെല്ലാം നടക്കുന്നത് ഈ മെയ്ഡ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അതായത് മെയ്ഡ് എന്ന് പറയുന്ന ഡിസൈൻ സെൻറ്ററിലാണ്, യൂറോപ്പിലാണെന്നുള്ളത് UK ഡിസൈൻ സെൻറ്ററിൽ നിന്നുള്ള ഡിസൈൻസ് ആണ് വരുന്നിട്ടോ. അതായത് ബ്രിട്ടീഷ് ഡിസൈനേഴ്സാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലംബോർഗിയുടെ ആണെങ്കിലും കുപ്പെ ഡിസൈൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ BMW ആണ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഈ ഒരു കുപ്പെ ഡിസൈൻ പോപ്പുലറായിട്ട് വീണ്ടും എത്തിച്ചു തുടങ്ങി. അതായത് X5-ൻ്റെ കൂപ്പെ മോഡലായ X6 വന്നതിന് ശേഷമായിട്ടോ വീണ്ടും ഒന്ന് അതിന് പുറകെ ലംബോർഗിനി വന്നു. അപ്പോഴാണ് വീണ്ടും ഒന്നുകൂടെ കൂപ്പെ ഡിസൈൻ പോപ്പുലറായിട്ട് വീണ്ടും വരാൻ തുടങ്ങി. അതിന് ശേഷമാണ് ടാറ്റയും അതുപോലെ തന്നെ മഹീന്ദ്രയും എല്ലാം ഇതിൻ്റെ പുറകെ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ. എന്തായാലും ടാറ്റയിൽ നിന്ന് വരാൻ പോകുന്ന ഒരു കർവ് പെട്രോൾ ഡീസൽ വേരിയൻറ്റുകളായിരിക്കും ആദ്യം വരാൻ പോകുന്നത്. എന്നാൽ മഹീന്ദ്രയിൽ നിന്ന് വരാൻ പോകുന്നത് ഇലക്ട്രിക് വേരിയൻ്റ് ആയിരിക്കും കേട്ടോ. അതായത് XUV 700 ബേസ് ചെയ്ത് വരുന്ന ഇലക്ട്രിക് വേരിയൻറ്റുകളായ ഈ പറയുന്ന E8 E9 ഒക്കെ ആയിരിക്കും ആദ്യം വരാൻ പോകുന്നത്. എന്തായാലും ഡിസൈൻ കൊണ്ട് നമ്മളെല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ് ഈ പറയുന്ന മഹീന്ദ്രയുടെ ഈ മോഡലുകൾ കേട്ടോ. അതായത് BE5 തൊട്ട് BE7 BE8 BE9 അങ്ങനെ ഈ പറയുന്ന E8 E9 മോഡലുകളെല്ലാം വരാനിരിക്കുന്നതാണ്. പക്ഷേ ആദ്യം വരാൻ പോകുന്ന ഈ XUV 700 ബേസ് ചെയ്ത് പോകുന്ന E9 ആയിരിക്കും കേട്ടോ കുപ്പെ മോഡലായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. മൊത്തമായിട്ട് റാപ്പ് ചെയ്ത മോഡലുകളാണ് ടെസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് പ്രൊഫൈലുകളുള്ള ബോഡി ലൈൻസുകളോ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനുകളോ ഹെഡ് ലാമ്പിൻ്റെ ഡിസൈനുകളോ റൂഫ് ലൈനുകളോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ വണ്ടിയുടെ ഓൾമോസ്റ്റ് ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. 4 പില്ലറുകൾ വരുന്നുണ്ട്. C പില്ലറിന് ശേഷം ഒരു ക്വാർട്ടർ പാനൽ ഗ്ലാസും വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അലോയ് വീൽസ് ആണെങ്കിലും പുതിയ ഡിസൈനാണ് വന്നിരിക്കുന്നത്. എയറോഡൈനാമിക് ഡിസൈൻ ചെയ്തിരിക്കുന്ന അലോയ് വീൽസുകൾ. അതുപോലെ ഇതിൻ്റെ അകത്ത് ശരിക്കും കാണാൻ പറ്റും ചെറിയൊരു പോർഷനായിട്ടുള്ളൊരു ക്വാർട്ടർ പാനൽ ഗ്ലാസ് അവിടെ കാണാൻ പറ്റും. അതുപോലെ ഫ്ലഷ് ആയിട്ട് ഡോർ ഹാൻഡിൽസ് ഫ്രണ്ടിൽ മാത്രമാണ് വരുന്നത്. ബാക്കിലേക്ക് ഡോർ ഹാൻഡിൽസ് വരുമ്പോഴത്തേക്ക് C പില്ലറിലേക്കാണ് വരുന്നത് കേട്ടോ. ഈ അലോയ് വീൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പുതിയ ഡിസൈൻ എന്തായാലും റാപ്പ് ചെയ്തിരിക്കുകയാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പുതിയ ഡിസൈനാണ്, എയറോഡൈനാമിക്കലായിട്ടുള്ള ഡിസൈനുകളാണ് വന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാം തന്നെ അത്തരം ഒരു രീതിയിലേക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നെക്സോണിൻ്റെ ഡിസൈൻ നമ്മൾ കണ്ടിരുന്നു, പുതിയ അലോയ് വീൽസും ഡിസൈനുകളൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടാറ്റ തന്നെ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരു കാര്യം, ടാറ്റയുടെ പഴയ ഇൻഡിക്ക ഹിറ്റ് ആയതിനു ശേഷം ഇൻഡിക്കയുടെ ഫേസ് ആയിരുന്നു എല്ലാ വണ്ടികൾക്കും വന്നിരുന്നത്. ആരിയ വരെ അത് ഫോളോ ചെയ്തു വന്നു. അതിനുശേഷം അത് മാറി ഇപ്പോൾ വന്നിരിക്കുന്ന ഹാരിയറിൻ്റെ ആ ഒരു സക്സസ് ആയതിനു ശേഷം ഇപ്പോൾ വരുന്ന വണ്ടികൾക്കെല്ലാം തന്നെ ആ ഒരു ഫേസാണ്. അതുപോലെ തന്നെ മഹീന്ദ്രയും അവരുടേതായ ഒരു മുഖമുദ്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. വണ്ടിയുടെ ഫ്രണ്ടും അതുപോലെ ബാക്കും കണ്ടു കഴിഞ്ഞാൽ മഹീന്ദ്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ വണ്ടികളും ഈ ഒരു
മഹീന്ദ്ര ആണെങ്കിൽ അവരുടെ EV സീരീസ് അല്ലെങ്കിൽ EV ഇലക്ട്രിക് ആയിട്ട് വരുന്ന എല്ലാ വാഹനങ്ങളും ഒരേപോലെ ആ ഒരു ടെയിൽ ലാമ്പ് മുതൽ ബമ്പർ സെക്ഷനുകളും ഹെഡ് ലാമ്പുകളെല്ലാം തന്നെ ആ ഒരു ഡിസൈനിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പ്രധാനമായ വ്യത്യാസം നോക്കാം കേട്ടോ. കെർവും അതുപോലെ ഈ 9 വരുന്ന ഡയമെൻഷനിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല സൈസ് വേരിയേഷൻ വരുന്നത്. അതായത് 4.8 മീറ്റർ ലെങ്ത് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 എന്ന് പറഞ്ഞ വേരിയൻറ്റ്, അതായത് XUV 700 ബേസ് ചെയ്താണ് വരുന്നത്. എന്നാൽ കെർവ് വരുമ്പോഴത്തേക്ക് 4.4 മീറ്റർ ആണ് കേട്ടോ വരുന്നത്. വിഡ്ത്ത് 1.9 മീറ്റർ ആണ് നമ്മുടെ E9 വരുന്നതെങ്കിൽ 1.85 മീറ്റർ ആണ് വിട്ട് വരുന്നത്. കെർവിലേക്ക് വരുമ്പോൾ 1.75 മീറ്റർ ഹൈറ്റ് ആണ് ഈ മഹീന്ദ്രയ്ക്ക് വരുന്നതെങ്കിൽ 1.65 മീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് കെർവിലേക്ക് വരുമ്പോൾ. അപ്പം കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ നല്ലൊരു വേരിയേഷൻ ഉള്ള സൈസുകൾ തമ്മിൽ തോന്നിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു വേരിയേഷനോടുകൂടിയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രൈസിലും നല്ലൊരു വേരിയേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു എന്തായാലും സബ് 4 മീറ്റർ അല്ല രണ്ടും വരുന്നത്, ഒന്ന് 4.4 മീറ്റർ ഒന്ന് 4.8 മീറ്ററുമാണ് വരുന്നതെങ്കിലും പ്രൈസിൻ്റെ കാര്യത്തിൽ നല്ലൊരു വേരിയേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നല്ല വേരിയേഷൻ ഉണ്ടാകും രണ്ട് വാഹനങ്ങളും തമ്മിൽ. ഓൾ വീൽ ഡ്രൈവ് മോഡലുകളായിട്ടും അതുപോലെ തന്നെ 2 വീൽ ഡ്രൈവ് മോഡലായിട്ടും വരാനിരിക്കുന്നുണ്ട്. ടാറ്റ കെർവിന് വരുമ്പോഴത്തേക്കും 60 കിലോ വാട്ടിൻ്റെ ബാറ്ററിയും ഈ മഹീന്ദ്രയുടെ E9ലേക്ക് വരുമ്പോഴത്തേക്ക് 80 കിലോ വാട്ട് അവരുടെ ബാറ്ററിയുമായിട്ട് വരാൻ പോകുന്നത്. പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം പറഞ്ഞാൽ മഹീന്ദ്രയ്ക്ക് സ്വന്തം പ്ലാറ്റ്ഫോമായി ഇൻഗ്ലോ എന്ന് പറയുന്ന പുതിയ പ്ലാറ്റ്ഫോം, അതായത് ഇന്ത്യ ഗ്ലോബൽ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ടാറ്റയിലേക്ക് വരുമ്പോഴത്തേക്ക് ആക്റ്റീവ് EV എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അതിലാണ് ഒരു ടാറ്റയുടെ ഈ ഇലക്ട്രിക് മോഡലുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മഹീന്ദ്രയ്ക്ക് ഇനി വരാനിരിക്കുന്ന മോഡലെല്ലാം ഈ ഇൻഗ്ലോ എന്ന് പറയുന്ന മോഡലിലുമായിരിക്കും വരാൻ പോകുന്നത്. സൈസിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും കോമൺ ആയിട്ട് വരാൻ പോകുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർക്ക് ഫിൻ ആൻറ്റിനെയും അതുപോലെ റയർ സ്പോയിലറുകൾ, റെഡ് ആയിട്ടുള്ള ബോഡി ക്ലാഡിങ്ങുകൾ, അതുപോലെ 4 വീലിലും ഡിസ്ക് ബ്രേക്കുകൾ. ഇത് ശരിക്കും പറഞ്ഞാൽ സേഫ്റ്റിയുടെ കാര്യങ്ങളിലേക്ക് ഒത്തിരി സഹായകരമായിട്ടും, അതുപോലെ അഡാസ് ഫീച്ചേഴ്സുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ സ്റ്റൈലിഷ് ആയിട്ടുള്ള റൂഫ് ലൈനുകൾ വരുന്നുണ്ട്. അതുപോലെ LED ഹെഡ് ലാമ്പുകളും ടെയിൽ ലാമ്പുകളും കണക്റ്റഡ് ടെയിൽ ലാമ്പുകളും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും കേട്ടോ. അതുപോലെ XUV E9ലേക്ക് വരുമ്പോഴത്തേക്കും 80 കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കാണ് അവർ പറയുന്നത്. കെർവിലേക്ക് വരുമ്പോഴത്തേക്ക് 60 കിലോ വാട്ട് അവറിൻ്റെ ആയിരിക്കും വരുന്നത്. അതുപോലെ ഓൾ 4 വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അതായത് 2 മോട്ടറും 2 വീലിലും മോട്ടറുകൾ ഘടിപ്പിച്ച വേരിയൻസ് ഉണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ ഈ മഹീന്ദ്രയുടെ ഞാൻ പറഞ്ഞല്ലോ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇൻഗ്ലോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്, ഇന്ത്യ ഗ്ലോബൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് അവർ ഡിസൈൻ ചെയ്യുന്നത് EV വെഹിക്കിൾസ് എല്ലാം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ടാറ്റയ്ക്ക് തന്നെ സ്വന്തമായിട്ടുള്ള പ്ലാറ്റ്ഫോം ഉള്ളത് ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും ടാറ്റയുടെ വാഹനങ്ങളെല്ലാം തന്നെ ഇനി വരാൻ പോകുന്നത് കേട്ടോ. അതായത് തിന്നായിട്ടുള്ള കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് കുറഞ്ഞ സ്പേസിൽ കൂടുതൽ ചാർജ് അല്ലെങ്കിൽ കപ്പാസിറ്റി കിട്ടുന്ന തരത്തിലുള്ള ബാറ്ററികൾ, നമ്മുടെ ബൈഡിൻ്റെയൊക്കെ ബാറ്ററി, ബൈഡിൻ്റെ അവരുടെ സ്വന്തമായിട്ടുള്ള പേറ്റൻറ്റഡ് ആയിട്ടുള്ള ബാറ്ററിയാണ്. അതുപോലെ ബ്ലേഡ് ബാറ്ററി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മഹീന്ദ്രയ്ക്കും ടാറ്റയ്ക്കും അവരുടേതായിട്ടുള്ള പേറ്റൻറ്റഡ് ആയിട്ടുള്ള ബാറ്ററി അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ് കേട്ടോ ഈ പറയുന്ന ഇൻഗ്ലോയും അതുപോലെ തന്നെ ആക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ മഹീന്ദ്ര E9 വരാൻ പോകുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ സ്ക്രീൻ ആയിട്ടുള്ള ഡാഷ്ബോർഡ് ആയിരിക്കും കേട്ടോ. ഇന്ത്യൻ വിപണികളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു വണ്ടികളിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു പ്രത്യേകത ആയിരിക്കും അത്. ഇപ്പോൾ ഉള്ള വാഹനങ്ങളിലെല്ലാം തന്നെ വരുന്ന ഡ്യുവൽ ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീനുകളും കാര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് അതും പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് യുഗത്തിൻ്റെ വാഹനങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ട്രിപ്പിൾ സ്ക്രീൻ ആയിട്ടുള്ള ഡാഷ്ബോർഡ് ആയിരിക്കും കേട്ടോ വരാൻ പോകുന്നത്.